ഞങ്ങൾ വാഴുന്നു തിരുസവിധേ നാഥ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, ഉണർവിൻ ശക്തി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ ഉണർവിൻ ശക്തി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്ദാസരിന്മേൽ ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസക്കാലം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം വീണ്ടും അവസരമൊരുക്കിയ ദൈവത്തിന് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ചുരുക്കം ചിട്ടയായിട്ടായിരിക്കുന്നെങ്കിലും പലരും വെക്കേഷനാണ്, പലരും ജോലി മേഖലകളിലാണ്. എങ്കിലും നമുക്ക് ദേശങ്ങളിൽ കടന്നു വരുവാൻ തക്കണം ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ കേൾപ്പിച്ച അനുഗ്രഹപ്പെട്ടൊരു സങ്കീർത്തനം സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് തന്നല്ലോ. ദൈവത്തിൽ പൂർണ്ണമായി ദാവീദിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും എതിർപ്പുകളുടെയും തള്ളിക്കളയലിൻ്റെയൊക്കെ ഇടയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുവാൻ, കർത്താവിനോട് പൂർണ്ണമായി ആശ്രയിക്കുവാൻ ദാവീദിനെ സഹായിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. കർത്താവ് അവന്ത്യം വരെയും കാത്ത് പരിപാലിച്ചു. പൂർണ്ണമായും ദൈവത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഭൗതികമായി നമ്മളെ പലപ്പോഴും ചിന്തിക്കുന്നു, ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മാത്രമാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. പക്ഷേ ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ദാവീദിന്റെ സമസ്ത മേഖലകളിലും വെറും ആട്ടിടയനായിരുന്ന ദാവീദിനെ രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ പദവിയിലേക്ക് ഉയർത്തണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ വിചാരങ്ങൾ എത്ര വലുതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് ചുരുക്കം ചില ചിന്തകൾ നമുക്ക് അതിനോട് ചേർന്ന് നോക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവത്തിനും കർത്താവ് യേശുക്രിസ്തുവിനുള്ള നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് നമുക്ക് സങ്കീർത്തനങ്ങൾ 51 10-11 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ. നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറയ്ക്കുകയും അല്ലേ. Psalms 51:10-11. അപ്പോൾ ഇവിടെ ഇതും ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ബേർശേബയുടെ അടുത്ത് ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ച്
ദാവീദിന് മനസ്താപം ഉണ്ടായിട്ട് ദാവീദ് അവിടെയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന, ദൈവമേ നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ, നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കുകയും വരുത്. അപ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കുകയും വരുത്. അപ്പോൾ അന്ന് കാലത്ത് പോലും ദാവീദിന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയുടെ പ്രത്യേകത, ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വ്യാപാരം, പരിശുദ്ധാത്മാവ് ഉണ്ടായാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, പരിശുദ്ധാത്മാവ് ഇല്ലാതായാൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ആ തിരിച്ചറിവ് ആ കാലത്ത് തന്നെ ദാവീദിനുണ്ടായിരുന്നു കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ നമ്മൾ പുതിയ നിയമത്തിലൂടെയാണ് കൂടുതൽ കേൾക്കുന്നതെങ്കിലും അക്കാലത്ത് പോലും ദൈവദാസന്മാരിലും ദൈവമക്കളിലും ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ചിന്തിക്കുന്നത്, ഈ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പുറത്തു പോയാൽ, ദൈവസന്നിധിയെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ എന്തൊക്കെ ചില കുഴപ്പങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഈ വാക്യത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഈ 51:11 ദാവീദ് ഒരു പ്രത്യേക ബലഹീന നിമിഷത്തിൽ ദൈവത്തിന്റെ സന്നിധി വിട്ട് ലോകപരമായ ചിന്തകളിലൂടെ പോയെങ്കിലും ജനം യുദ്ധത്തിന്റെ നടുവിലായിരുന്നപ്പോൾ ദാവീദ് 5 നേരം പ്രാർത്ഥിക്കുന്ന ദാവീദ് തൻ്റെ കൊട്ടാരത്തിൽ ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ, സന്ധ്യാസമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ട സമയത്ത് ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ ലോകപരമായ ചിന്തകൾ കടന്നു പോവുകയും പാപത്തിൽ വീഴുകയും ചെയ്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദാവീദ് വീണ്ടും വളരെ മനസ്താപത്തോടെ ദൈവത്തിലേക്ക് നാഥാൻ പ്രവാചകൻ ഉണർത്തിയതനുസരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് എടുക്കുകയുമില്ല. അപ്പോൾ ദൈവ സന്നിധിയാണ് ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായി നിന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവസന്നിധി തള്ളിക്കളയരുത്, പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കരുത്. ഈ 2 കാര്യങ്ങളാണ് ദാവീദിന്റെ ആത്മീയ ജീവിതത്തിൽ എത്രത്തോളം ദാവീദിനെ പിടിച്ചു നിർത്തുവാൻ സാധിച്ചതെന്ന് കാണുവാനായിട്ട് സാധിക്കും. പലരും ദാവീദിന്റെ സഹോദരന്മാരൊക്കെയും നല്ല പോരാളികളായിരുന്നു, നല്ല ആചാരഭാഗങ്ങളായിരുന്നു, രാജപദവിയിലെത്താൻ സാധ്യതയുള്ളായിരുന്നു. എങ്കിലും ശമൂവേൽ പ്രവാചകൻ വന്നപ്പോൾ 1, 2, 3, 4, 5, 6 അങ്ങനെ എണ്ണി കഴിഞ്ഞപ്പോൾ അവസാനത്തെ ആളുവരെയും വെയിറ്റ് ചെയ്ത് ദാവീദ് അഭിഷേക തൈലം, രാജകീയ അഭിഷേകം ചെയ്യുവാൻ ദാവീദിനെയാണ് തിരഞ്ഞെടുത്തതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ദൈവസന്നിധിയുടെ പ്രത്യേകത ദാവീദിന് അന്നേ നന്നായിട്ട് അറിയാമായിരുന്നു. ഏത് തള്ളിക്കളയുടെയും ഏത് നിന്ദയുടെയും പരിഹാസത്തിൻ്റെ ഒക്കെ നടുവിൽ ദൈവസന്നിധി നമ്മൾ ഉറച്ചു നിൽക്കുവാണെങ്കിൽ നമ്മുടെ അവസാനം, നമ്മുടെ അന്ത്യം ഏറ്റവും മനോഹരമായിരിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ രക്ഷയുടെ സന്തോഷം, നമ്മളൊരു മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് ആ പരിശുദ്ധാത്മാവിനെയാണ് തന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ രക്ഷയുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ടത്. രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായിട്ട് നമ്മളെ നടത്തുവാനായിട്ട് നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഈ മൺകൂടാരങ്ങൾ പകർന്നു കഴിയുമ്പോൾ ആ രക്ഷയുടെ ആ സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ആ രക്ഷയുടെ സന്തോഷമൊക്കെ അനുഭവിച്ച പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ ദൈവസന്നിധിയിൽ വളരുവാനായിട്ട് ഇടയാകണം. അപ്പോൾ ദൈവസന്നിധിയിൽ അല്ല എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഈ ദൈവസന്നിധിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവനവന് മാത്രമേ നമ്മൾ ദൈവസന്നിധിയിലാണോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണോ എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്തൃമേശ എടുത്തു, ദൈവസഭയിൽ വരുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, ഡെയിലി നമ്മുടെ റൊട്ടീൻസ് ഒരു ക്രിസ്ത്യാനിയുടെ രീതിയിൽ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുകയാണോ, ദൈവസന്നിധിയിലാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്, നമ്മുടെ ഈ ലോക ജീവിതം യാത്ര ചെയ്യുന്നത് അവരവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. അതാണ് ദൈവസന്നിധിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പുറമേ നമ്മൾ കാണുമ്പോൾ, പുറമേ മറ്റൊരാളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു സത്യക്രിസ്ത്യാനിയായിട്ടായിരിക്കും നടക്കുന്നത്, എങ്കിലും നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ ആവശ്യമാണ് ഇവിടെ ദാവീദിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദൈവസന്നിധിയിൽ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ
നമ്മുടെ ജീവിതം, നമ്മുടെ രക്ഷയുടെ സന്തോഷം, ദൈവസാന്നിധ്യം, ആത്മാവിൻ്റെ കൃപകളൊക്കെ നമുക്ക് ഉണ്ടെന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു താല്പര്യമില്ല. ആത്മാവിൻ്റെ കൃപകൾ നമുക്ക് താല്പര്യമില്ല. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു മടുപ്പാണ് എങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ അകന്നിരിക്കുകയാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ ദൈവസന്നിധിയോട് ചേർന്നിരിക്കുവാണ് ഇതിനോടെല്ലാം നമുക്കൊരു താല്പര്യമുണ്ടാകും. അതിനെ വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, ചർച്ചിൽ വരുവാനൊക്കെയും ഒരു പ്രത്യേക ഉത്സാഹം, ഒരു സാധ്യത, ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകുന്ന കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതം നാമമാത്രമായ ഒരു ക്രിസ്തീയ ജീവിതം മാത്രമായിരിക്കും. അത് വളരെ ദുരന്തപൂർണമായി പിന്നീട് ഭവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ ആത്മീയമായി ആദ്യം നമ്മുടെ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന ആത്മീയ സന്തോഷം ഇല്ലാതെ നമ്മൾ ആത്മീയമായി തളർന്നു പോകുവാൻ ഇടയാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ നമ്മൾ ആത്മീയമായി തളർന്നു പോകുവാൻ ഇടയാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ സഹോദരൻ തന്നെ, മഹേഷ് ഭായി തന്നെ നമ്മുടെ സന്നിധിയിൽ കടന്നു വന്നു. അദ്ദേഹത്തിന് ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കാനുള്ള ആ ഹൃദയം, ആ ഒരു താല്പര്യം എന്ന് പറയുന്നത് ആ ദൈവത്തോടുള്ള ആ ഒരു എരിവാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടുള്ള ആ സ്നേഹമാണെന്ന് കാണുവാനായിട്ട് സാധിച്ചു. മീഖയുടെ പ്രവചനം 6:8 ഒരു വാക്യമുണ്ട്. മീഖ 6:8. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതർപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ മിഖാപ്രവാചകൻ പറയുന്നത് നമ്മൾ ലക്ഷങ്ങളും കോടികളും പൈസയും ഉണ്ടാക്കി സുഖമായിട്ട് വീട് പിടിച്ച് കാറും വാങ്ങിച്ച് ജീവിക്കണമെന്നല്ല പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും. മീഖ 5:9 6:8 മീഖ 6:8. മനുഷ്യ, അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും ദയാതൽപനായിരിക്കാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. ന്യായം പ്രവർത്തിക്കണം, ദയാതൽപനായിരിക്കണം, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. ഈ കാര്യങ്ങളാണ് ദൈവത്തിന്റെ സന്നിധിയുടെ പ്രത്യേകത. ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകതകളാണ് അവിടെ പറയുന്നത്. അവർ ന്യായം പ്രവർത്തിക്കുന്നവരായിരിക്കും, അവർ ദയാതൽപരായിരിക്കും, അവർ താഴ്മയോടെ നടക്കുന്നവരായിരിക്കും. അല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നതെന്നാണ് മീഖാപ്രവാചകൻ ചോദിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ദൈവത്തിന് നമ്മൾ പണമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ ബുദ്ധിശക്തിയോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ മാത്രം ചെയ്തു പോകാനായിട്ടാണ് മീഖാപ്രവാചകൻ നല്ലത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരമാണ്, കൂട്ടായ്മയാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ദൈവം അങ്ങനെ നടത്തിയത് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലുമാണ് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ 40 വർഷക്കാലം ദൈവം യഹോവ നടത്തിയതെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെ നടത്തുന്നതെന്ന് അറിയാമോ? പുതിയ നിയമത്തിൽ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ലീഡിങ്ങിലാണ്, ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പിന്തുണയിലാണ് ദൈവം നമ്മളെ നടത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ ഹോളി സ്പിരിറ്റിനെ അറ്റാച്ച് ചെയ്ത് ഹോളി സ്പിരിറ്റിൽ നമ്മൾ ജീവിക്കുന്ന ആ ജീവിതത്തെക്കുറിച്ചാണ് പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് എളുപ്പമെന്ന് പറയുന്നത്. മീഖാപ്രവാചകന്റെ കാലത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ അപ്പോൾ ഹോളി സ്പിരിറ്റ് ലീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ന്യായം പ്രവർത്തിക്കാനും ദയാതൽപനായിരിക്കാനും ദൈവത്തിന് സ്ഥലം താഴ്മയോടെ നടക്കാനും ഒക്കെയും കാണുവാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ദൈവത്തിൽ നിന്ന് വിട്ടുപോയാൽ നമ്മൾ ആത്മീയമായി തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആത്മീയമായി തളർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവസന്നിധി വിട്ടുപോകുവാൻ ഒരിക്കലും ഇടയാകരുത് എന്നാണ് ഇവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം മാത്യു 11:28, 29, 30. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും.
ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട രണ്ട് സീനറിയാണ് കണ്ടത്. മാത്യു 11:28-29 കണ്ടു. 11 നമ്മൾ കണ്ടു ഭൗതികമായ കാര്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അധ്വാനിക്കണം, ജോലി ചെയ്യണം, നമ്മൾ നമ്മുടെ നിത്യവൃത്തിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ കർത്താവ് തയ്യാറാണ്. 29ാമത്തെ വാക്യത്തിൽ ആത്മീയമാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ആത്മാക്കൾക്ക് ആശ്വാസം. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ, കർത്താവിനോട് ചേർന്ന് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും, ആത്മീയമായ ഒരു സന്തോഷം കണ്ടെത്തും. നമ്മുടെ ക്രിസ്തീയ ജീവിതം, ദൈവത്തോട് ചേർന്നുള്ള ജീവിതം നമുക്ക് സന്തോഷപ്രദമാകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയും, ഭൗതികത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഭൗതികത്തിൻ്റെ നമ്മൾ ഓടണ്ട. ഇവിടെ കർത്താവ് പറഞ്ഞുകൊണ്ട് ഭൗതികമായിട്ടായാലും ആത്മീയമായിട്ടായാലും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു അവിടെ കാണുവാനായിട്ട്. മൈ യോക്ക് ഈസ് ഈസി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, നമ്മൾ ലോകത്തിൽ അധ്വാനിക്കുന്നവരാണെങ്കിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും. ആത്മീയമായാലും ഭൗതികമായാലും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ മോശയുടെ കാലത്ത് മോശയുടെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്. മോശയുടെ ഒരു പ്രാർത്ഥനയിൽ മോശ പറയുന്ന ചില കാര്യങ്ങളാണ്. പുറപ്പാട് എക്സോഡസ് 33, 13, 15 and 18. അപ്പോൾ മോശയുടെ വളരെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പൗലോസിൻ്റെ 2 പ്രാർത്ഥനകളെ പഠിച്ചു. അതേപോലെ മോശയുടെ ഒരു പ്രാർത്ഥനയാണ് ഈ 3 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രാർത്ഥന ഞാൻ തന്നെ വായിക്കാം. എക്സോഡസ് 33:13. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കണോ ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. അപ്പോൾ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നാണ് ആദ്യമായിട്ട് മോശ ദൈവത്തോട്. ഇസ്രായേൽ മക്കളെ നയിക്കുവാനായിട്ട് മോശയെ തിരഞ്ഞെടുത്തപ്പോൾ മോശയുടെ ആവശ്യങ്ങളാണ് ഈ 3 പ്രാർത്ഥനകൾ. യാതൊരു ഭൗതികമായ കാര്യങ്ങളില്ല. ഇത്രയും ഭീമാകാരമായ, ഇത്രയും സെവറൽ നമ്പർ ഓഫ് ഈ ജനത്തെ നയിക്കണമെങ്കിൽ മോശയ്ക്ക് മനസ്സിലായതൊരു ചെറിയ കാര്യമല്ല. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇവരെ നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. മാനുഷികമായ യാതൊരു കഴിവുകളും ഇതിന് പ്രയോജനമില്ല എന്ന് എല്ലാ അടിത്തടവും എല്ലാ കാര്യങ്ങളും പഠിച്ച 40 വർഷക്കാലം ഫറവോന്റെ കൊട്ടാരത്തിൽ സകല രാജകീയ പദവികളുടെ എല്ലാ കാര്യങ്ങളും പഠിച്ച മോശയ്ക്ക് മനസ്സിലായി 40 വർഷം, അടുത്ത 40 വർഷം വൈൽഡർനെസ്സിൽ മരുഭൂമിയിൽ ഉഴന്ന് നടന്ന് ഇതെല്ലാം പഠിച്ച മോശയാണെങ്കിലും എങ്കിലും കഷ്ടപ്പാടുകളും സുഖസൗകര്യങ്ങളും എല്ലാം അനുഭവിച്ചാണെങ്കിലും മോശയ്ക്ക് മനസ്സിലായി ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നയിക്കുവാൻ, കനാൻ ദേശത്ത് എത്തിക്കുവാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായതിനു ശേഷം മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നിന്റെ വഴി എന്നെ അറിയിക്കണമേ, ഞാൻ നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കണം, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. അതിനെ അവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ കർത്താവ് ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നിന്റെ വഴി എന്നെ കാണിക്കണം. അപ്പോൾ ദൈവം കൊടുത്ത അരുളപ്പാടാണ്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഒരു വാഗ്ദത്തം കിട്ടി, യാത്ര പുറപ്പെട്ടു, ചെങ്കടൽ കടന്നു, മരുഭൂമിയിൽ വന്നു. എങ്കിലും മോശയ്ക്ക് തൃപ്തിയായില്ല. മോശയ്ക്ക് ദൈവത്തിനോട് ചോദിക്കാനുള്ളത് 15ാമത്തെ വാക്യത്തിൽ, അവൻ യഹോവയോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. അപ്പോൾ ആദ്യം ചോദിച്ചു, നിന്റെ വഴി എന്നെ കാണിക്കണമേ. രണ്ടാമത് ചോദിച്ചു, തിരുസാന്നിധ്യം, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ സന്നിധി നമ്മുടെ കൂടെ പോരണം.
എങ്കിൽ മാത്രമേ ഞങ്ങളെ അയക്കാവൂ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയുടെ പ്രത്യേകത മോശയ്ക്ക് അന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ആഹാരം വേണ്ട, ഞങ്ങളുടെ മറ്റുള്ള യാതൊരു കാര്യങ്ങളും അല്ല യഹോവയോട് മോശ ചോദിച്ചത്. അത്രയും ജനത്തിന് ആഹാരം തരണം, വെള്ളം തരണം, മറ്റു ഭൗതികമായി യാതൊരു കാര്യങ്ങളും അല്ല ചോദിച്ചത്. അവൻ യഹോവയുടെ തിരുസാന്നിധ്യം എന്നോട് പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ തിരുസാന്നിധ്യത്തിൽ ആയിരുന്നാലുള്ള ഗുണങ്ങൾ എന്താണ്, തിരുസാന്നിധ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ, നമ്മൾ ദൈവത്തെ രക്ഷയുടെ അനുഭവം സന്തോഷിച്ചവരെപ്പോഴും അറിഞ്ഞിരിക്കണം. ആ തിരുസാന്നിധ്യത്തിൽ നിന്ന് മറവ് വിട്ട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ ഇടവരുതെന്ന് മോശയുടെ പഠിപ്പിച്ചതുപോലെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അടുത്ത മൂന്നാമത്തെ പോയിന്റ് മോശയുടെ പ്രാർത്ഥന 18ാമത്തെ വാക്യത്തിൽ അപ്പോൾ അവൻ 33:18 അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അടുത്ത ആവശ്യം, മോശയുടെ ആവശ്യം, നിന്റെ തേജസ്, ദൈവത്തിന്റെ ആ തേജസ്, ദൈവത്തിന്റെ ആ ഒരു ശക്തി എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴും മോശയ്ക്ക് നല്ല ബോധ്യമുണ്ടായി. ദൈവം അവൻ്റെ വഴി കാണിച്ചു തരും, ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരും. നല്ല ബോധ്യമുണ്ടായതിനു ശേഷം മോശയോടെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് മോശ ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ വേണ്ടി, മരുഭൂമിയിൽ നയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വായിച്ചത്, നിന്റെ വഴി, എൻ്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം, തിരുസാന്നിധ്യം എൻ്റെ കൂടെ പോരണം, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും വളരെ പ്രാക്ടിക്കലാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ മോശയെ പോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നേറുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രധാനം ഉണ്ടാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ കുറിവാക്യത്തിൽ സങ്കീർത്തനങ്ങൾ 51 സാംസ് 51 കുറിവാക്യം നമ്മൾ വായിച്ചു. നിന്റെ സന്നിധിയിൽ 11 ദൈവനിർമ്മകളെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവ് പുതുക്കണം. നിന്റെ സന്നിധിനെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കുകയും അരുത്. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഇവിടെ രണ്ടാമത് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്, നമ്മൾ ചിന്തിച്ചു, നമ്മൾ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മീയമായി നമുക്ക് മുന്നേറുവാൻ സാധിക്കും. രണ്ടാമത് നമുക്ക് അതിനൊരു വീര്യം ലഭിക്കുന്നില്ല. ആ ഉൽപ്പത്തി പുസ്തകം ജെനസിസ് 4:12, 14 and 16. ജെനസിസ് 4:12, 14 and 16. നീ കൃഷി ചെയ്യുന്ന നിലം ഇനി നേരാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴുന്നറിയുമ്പോൾ ആകും. കയീൻ യഹോവയുടെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകും. ഇതാ നീ ഇന്നും എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ നിന്റെ സന്നിധി വിട്ട് ഒളിച്ചു ഭൂമിയിൽ ഉഴുന്ന് അലയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കയീന്റെ കഥ നമുക്കറിയാം. കയീനും ആബേലും നടന്നപ്പോൾ, അപ്പോൾ കയീന്റെ പ്രത്യേകിച്ച് ദൈവസന്നിധി വിട്ട് കൃഷി കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ലോകത്തിലെ കാര്യങ്ങൾ നടക്കുന്നു. ഹാബേലോ ദൈവത്തിന്റെ സന്നിധിയോട് ചേർന്ന് നടക്കുന്നു. ഇവിടെ കണ്ടു, ഇനിമേൽ തന്റെ വീര്യം നിനക്ക് നൽകുകയില്ല. അപ്പോൾ ദൈവസന്നിധി വിട്ട് നടന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് അതിൻ്റെ വീര്യം, അതിൻ്റെ ഫലവത്തായി കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കയ്യിൽ ലഭിച്ചതുപോലെ അതിൻ്റെ വീര്യം, നീ കൃഷി ചെയ്യുമ്പോൾ ഇനി തൻ്റെ വീര്യം നിനക്ക് തരികയില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. സ്ട്രെങ്ത് കിട്ടത്തില്ല നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ദൈവസന്നിധി വിട്ടുമാറി നിന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് പൂർണ്ണമായൊരു പ്രതിഫലം, അതിൻ്റെ ഒരു വീര്യം, അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കത്തില്ലെന്നാണ് കാണുവാനായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 15ാമത്തെ വാക്യത്തിൽ തന്നെ, നീ കൃഷി ചെയ്യുമ്പോൾ ഇനിമേൽ തന്നെ വീര്യം നിനക്ക് തരികയില്ല, നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. അപ്പോൾ ദൈവസന്നിധിയിൽ വിട്ടാൽ അടുത്തൊരു കാര്യമാണ് 4:11 കണ്ടു,
ഉഴന്നലയുന്നവനാകും. നമ്മൾ ലക്ഷ്യമില്ലാതെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുവാനായിട്ട് ഇടയാകും. അപ്പോൾ ദൈവസന്നിധി വിട്ടാൽ നമുക്ക് ആത്മീയമായി തളർന്നു പോകാൻ ഇടയാകും. നമ്മൾ വീര്യം തരികയില്ല. അടുത്തത് നമുക്ക് ഉഴുന്നലയുന്നവനായി കയ്യിനങ്ങനെ ഉഴുന്നലയുന്നവനായി തീരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി തന്നെ 23:14 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാലിൻ്റെ തന്നെ 14. ഇതാ ഞാൻ നിന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിന് ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോയ അവസ്ഥ കയ്യിന് മനസ്സിലായതിനു ശേഷം കയ്യിൻ തന്നെ തിരിച്ചറിയുകയാണ്, നീ എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. അപ്പോൾ തിരുസന്നിധി വിട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകും. ഉഴന്നലയുന്നവനാകും. ഉഴന്നലയുക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാതെ കഷ്ടതയും ഏകാന്തതയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭീതിയും ഭയവും ഉള്ള ഒരു അനുഭവത്തിൽ നമുക്ക് ജീവിക്കുവാൻ ഇടയാകും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെയും ഇടയാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവസന്നിധി വിട്ട കയ്യിന് ആദ്യം തൻ്റെ വീര്യം ഭൂമിയിൽ കൃഷി ചെയ്തതിനൊന്നും വീര്യം കിട്ടിയില്ല. രണ്ടാമത് തിരിച്ചറിവ് വന്നപ്പോൾ കയ്യിന് മനസ്സിലായി, ഞാൻ ഭൂമിയിൽ ഉഴുന്നലയുന്നതിനാകും, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഭീതിയും ഭയവും പ്രയാസവും ഒക്കെയും കയ്യിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് നടന്നാൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമ്മൾ നടന്നില്ലെങ്കിൽ ഇതൊക്കെയായിരിക്കും നമ്മുടെ ഫലമെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി ഇതിൻ്റെ തന്നെ ഉൽപ്പത്തിയിലെ 4:11 നമുക്ക് ദൈവസന്നിധി വിട്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. 4:11 ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന് ദേശം നിന്നെ വിട്ട് ശാപഗ്രസ്തമായി പോകണം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോയ കയ്യിന് അടുത്തായിട്ട് സംഭവിച്ചതാണ് തൻ്റെ ദേശം, താൻ ദേശത്തു നിന്ന് വിട്ടുപോയി താൻ ശാപഗ്രസ്തനായി തീരുവാൻ ഇടയായി. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാനാണ്. ദൈവത്തിന് ഒരാഗ്രഹവുമില്ല ആരും നശിച്ചു പോകണമെന്നോ ഏത് ഭൗതികമായാലും ആത്മീയമായാലും നമ്മൾ അനുഗ്രഹിക്കപ്പെടാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടുമാറിയാൽ നാം ശാപഗ്രസ്തനായി പോകുന്ന അവസ്ഥ കയ്യിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകും. അപ്പോൾ അനുഗ്രഹത്തിന് വേണ്ടി വിളിച്ച നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടുമാറിയാൽ, മനഃപൂർവ്വം നമ്മൾ വിട്ടുമാറിയാൽ നമ്മൾ ശാപഗ്രസ്തനായി തീരുവാൻ ഇടയാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരെയും രക്ഷിക്കപ്പെടുവാൻ എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ കാണുവാൻ തക്കവണ്ണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കാൽവറിയിൽ തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും നൽകി നമ്മളെ വീണ്ടെടുത്ത കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമ്മൾ കടന്നു വരുവാൻ കർത്താവ് ജാഗരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മളായിട്ട് ദൈവത്തിൻ്റെ സന്നിധി വിട്ടുമാറിയാൽ നമുക്ക് ശാപഗ്രസ്തനായി തീരുവാൻ, കയ്യിനെ പോലെ ശാപഗ്രസ്തനായി തീരുവാൻ ഇടയാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ശാപഗ്രസ്തനായി തീരുവാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടാൽ നമ്മൾ നേരെ സാത്താൻ്റെ സന്നിധിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഇന്ന് നമ്മുടെ സങ്കീർത്തനത്തിൽ ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. 86 ഒരു നിമിഷത്തേക്ക് ദാവീദ് തൻ്റെ ചിന്ത മാറിപ്പോയപ്പോൾ ദാവീദിന് നല്ല ബോധ്യം ഉണ്ടായി. ന്റെ 11ാമത്തെ വാക്യം, എന്നോട് ദയ നിന്റെ വരുതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു നിമിഷത്തേക്ക് തെറ്റിപ്പോയ ദാവീദ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ദാവീദിന് മനസ്സിലായി, എൻ്റെ പലപ്പോഴും എൻ്റെ ചിന്താഗതികൾ അധമ പാതാളത്തിലേക്ക് മാറിപ്പോകുന്നതായിട്ട് കാണുവാനായിട്ട്. ദാവീദിന് പോലും ഇത്രയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് ദാവീദിന് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാമെങ്കിൽ ഇത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ ജാഗരിച്ചിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട്
വിളിച്ചിരിക്കുമ്പോൾ, ദൈവം നമ്മളെ പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് നിൽക്കാൻ വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മുടെ ജീവിതം നയിക്കണമെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സാത്താൻ്റെ സന്നിധിയിൽ വല്ലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും ഷോർട്ട് കട്ട് മൂലം നമ്മൾ സാത്താൻ്റെ സന്നിധിയിൽ ആശ്രയിക്കാറുണ്ട്. സാത്താൻ നമ്മെ എപ്പോഴും ശാപഗ്രസ്തനാക്കുവാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോയാൽ നമ്മൾ ശാപഗ്രസ്തരായി തീരുവാൻ ഇടയാകും. സാത്താൻ്റെ രാജ്യത്തിന് അവകാശമായി തീരുവാൻ ഇടയാകും. എഫേഷ്യൻ 5:20-21 എഫേഷ്യൻ 5:20-21 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളും. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം നമ്മൾ ഏർപ്പെട്ടിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ, ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പേടിച്ച് വരച്ചിരിക്കുന്ന ഒരു അനുഭവമല്ല. നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന മക്കളായിട്ട് തീരുവാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ഭയത്തിൽ നാം അന്യോന്യം താങ്ങുന്നവരായിരിക്കണം. ക്രിസ്തു ഭയത്തിൽ നാം അന്യോന്യം സ്നേഹിക്കുന്നവരായി തീരണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ ശാപഗ്രസ്തമായ അനുഭവത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ സാധിക്കുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആ കയ്യിനെ പോലെ ആ ക്രിസ്തുവിനോടോ പരിശുദ്ധാത്മാവിനോടോ യാതൊരു ബഹുമാനമില്ലാതെ ലോകകാര്യങ്ങൾ നടക്കുന്ന രീതിയല്ല. ക്രിസ്തു ഭയത്തിൽ നമ്മൾ അന്യോന്യം നിൽക്കുവാണെങ്കിൽ നമ്മൾ ഈ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറിപ്പോകാനായിട്ട്. എഫേഷ്യൻ 5:9 എഫേഷ്യൻ 5:9 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കുവാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഈ ശാപഗ്രസ്തനായി തീരാതിരിക്കണമെങ്കിൽ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് വേണം നമ്മൾ വെളിച്ചത്തിലുള്ളവരായി നടക്കുവാനെന്നാണ് അവിടെ എഫേഷ്യൻ ലേഖനത്തിൽ പൗലോസോട് പറയുന്നതായിട്ട് കാണുവാനും സാധിക്കും. അപ്പോൾ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് നമ്മൾ ജീവിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ സാധിക്കും. എങ്കിൽ മാത്രമേ ആ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് ക്രിസ്തു ഭയത്തിൽ അന്യോന്യം താങ്ങുവാൻ, ക്രിസ്തു ഭയത്തിൽ നമുക്ക് അന്യോന്യം ജീവിക്കാൻ സാധിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. എഫേഷ്യൻ 5:1-9 വരെ വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളോടെ കാണാം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോൾ ആ ശാപഗ്രസ്തനായി തീരാതിരിക്കണമെങ്കിൽ പൗലോസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയ വഴിപാടും യാഗം അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കണം. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ വേർപറക പോലും വരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അവരുടെ സ്തോത്രം അത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധയായ ദൈവഗിരി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് എഫേഷ്യൻ 5. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ ഈ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നമുക്കൊരു വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളമാണ് ഇവിടെ. അപ്പോൾ ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ അവകാശം നിങ്ങൾ അറിയുന്നു. വ്യർത്ഥവാക്കൾ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവ കോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നത്. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. അപ്പോൾ നമ്മൾ ആരുടെ കൂട്ടാളികളാണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സാത്താൻ്റെ സന്നിധിയിൽ ഉള്ള ആൾക്കാരുടെ കൂട്ടാളികളാകരുതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് സാത്താൻ്റെ കൂട്ടാളികളുടെ പ്രത്യേകത എന്നാണ് മേൽ പറഞ്ഞിരിക്കുന്നത്? ദുർനടപ്പുകാർ, അശുദ്ധർ, വിഗ്രഹാരാധികൾ, ദേവിയാഗ്രഹികൾ, ചീത്തത്തരം, പൊട്ടച്ചൊല്ല, കളിവാക്ക് ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ നടക്കേണ്ടത്. നമ്മൾ നടക്കേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രസാദമായ എന്തെന്ന് അന്വേഷിച്ച് കർത്താവിന് പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഈ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് വിടുതലിനെ പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും കർത്താവിന് പ്രസാദമായ അന്വേഷിച്ചൊന്ന് പരിശോധിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് നമ്മൾ ആത്മീയ ആഹാരം നിരന്തരമായിട്ട് ഭക്ഷിച്ച് നമ്മൾ ബലപ്പെടേണ്ട ആവശ്യം. ഈ ശാപഗ്രസ്തരായിരിക്കാനുള്ള കാര്യങ്ങളാണ് നാം പഠിക്കേണ്ടത്. അപ്പോൾ
അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം, പഠിക്കണം. ഈ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും പലപ്പോഴും നമ്മൾ ലോകത്തുള്ള കാര്യങ്ങൾ, ലോകത്തുള്ള പരീക്ഷകൾ, ലോകത്തിലുള്ള ജോലിയൊക്കെ നേടുവാൻ നമ്മൾ എത്ര ശുഷ്കാന്തിയോടെ നമ്മൾ ചെയ്യുന്നുവോ അതേ ശുഷ്കാന്തിയോടെ തന്നെ ദൈവത്തിൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കാനും നമ്മൾ വളരെ ശുഷ്കാന്തിയോടെ ലോകത്തിലുള്ള സാത്താൻ്റെ സന്നിധിയിൽ ഉള്ള ആൾക്കാരെ പോലെ അല്ല നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് മുന്നേറുവാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് നമ്മൾ പഠിക്കണം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് നമ്മൾ ചെയ്യണം. യഥാസ്ഥാനപ്പെടണം, പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം. ഇതൊക്കെയാണ് കർത്താവിന് പ്രസാദമായ കാര്യം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ കർത്താവിനോട് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ യോനയുടെ കാര്യമാണ്. യോനയുടെ കഥ നമുക്കറിയാം. യോന 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിനവേലോട്ട് പോകാൻ പറഞ്ഞ യോന 1-ാം അധ്യായം 1-2 വായിക്കാം. അമേത്തിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത നിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു കർത്താവ് യോനയെ കുറിച്ചുള്ള യോനയുടെ കപ്പാസിറ്റി, യോനയുടെ കഴിവെല്ലാം കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനവേ പോയി ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് അവിടെ 1.25 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. അവർ വീണ്ടും മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. അവരെ ഒരിക്കൽ ഈ നിനവെ, അത് ബൈബിളിൽ പറയാത്തൊരു കാര്യമാണ്, ഒരിക്കൽ നിനവെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയൊരു സ്ഥലമാണ്. വീണ്ടും ഒരു സെക്കൻഡ് ടൈം കർത്താവിന് ആരെ നശിപ്പിക്കുവാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് യോനയെ വീണ്ടും അങ്ങോട്ട് അയച്ച് വീണ്ടും വരെ മാനസാന്തരത്തിലേക്ക് നയിക്കണം, മാനസാന്തരത്തിൻ്റെ സുവിശേഷം പറയണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. പക്ഷേ യോന അതിൽ നിന്ന് ദൈവത്തിൽ വിട്ടുപോയി വളരെ കഷ്ടത്തിലും പ്രയാസത്തിലും, കപ്പലിന് അപകടം, മീനിൻ്റെ വയറ്റിലായി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിച്ചു വളരെ കഷ്ടത്തിലും പ്രയാസത്തിലുമായെങ്കിലും വല്ലാത്ത പ്രതികൂലങ്ങൾ യോനയുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചെങ്കിലും യോന പ്രവാചകൻ ദൈവത്തിൽ വിട്ടു പോയെങ്കിലും യോന പ്രവാചകൻ തിരിഞ്ഞ് മടങ്ങി വന്ന് തിരികെ ദേശത്തിൽ വന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ, ആ ദേശത്തിൻ്റെ ജനങ്ങളെല്ലാം രക്ഷിക്കപ്പെടുവാൻ ഇടയാകും. അപ്പോൾ ദൈവസ്ഥാനിൽ വിട്ടുപോയാൽ യോനയ്ക്ക് സംഭവിച്ചത് വലിയ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് ഇടയാകും. അപ്പോൾ ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ ദൈവസ്ഥാനിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാൽ തന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചേർന്ന് നിൽക്കുവാണെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ പ്രതികൂലങ്ങളെ സ്വർഗത്തിലെ ദൈവ അനുകൂലങ്ങളാക്കി മാറ്റുവാൻ ഇടയാനായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ യോനയുടെ ജീവിതത്തിലും നമ്മൾ പഠിച്ചു. യോനയുടെ കഥ, അങ്ങനെ യോന പ്രസംഗിക്കുകയും അവിടുത്തെ ഇത്രയും ആൾക്കാർ ഇരുട്ടിലും വെണ്ണീരിലും പ്രാർത്ഥിച്ച് അവർ വിടുതലിനെ പ്രാപിക്കാൻ ഇടയായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുറിവാക്യത്തിൽ വീണ്ടും നമ്മൾ ചെല്ലുമ്പോൾ 51-ന്റെ 11 ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടുപോയാൽ നഷ്ടപ്പെടാനിടയുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിന്റെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയുന്ന പരിശുദ്ധാത്മാവിനെ എടുക്കുകയും വരുതേ. 51-11 51-10 ദൈവം നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടുപോയാൽ നമുക്ക് നിർമ്മലമായ ഒരു ഹൃദയം നഷ്ടപ്പെടാനിടയുണ്ട്. അപ്പോൾ നിർമ്മലമായ ഹൃദയത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധി വിട്ടുപോകുവാൻ ഒരിക്കലും ഇടയാകരുത്. ദൈവത്തിന്റെ സന്നിധി വിട്ടുപോയാൽ അശുദ്ധി കടന്നു വരാൻ ഇടയാകും. അശുദ്ധി കടന്നു വന്നാൽ ദൈവത്തിന്റെ സന്നിധിയോട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയില്ല. അതാണ് ഇവിടെ കണ്ടത്. 51-10 കണ്ടു. Psalms 51:10. Create in me a clean heart, O God, and renew a right spirit within me. അപ്പോൾ നിർമ്മലമായ ഒരു ഹൃദയം നമ്മളിൽ നിന്നും മാറിപ്പോകുവാൻ ഇടയുണ്ട്. അത് മാറിപ്പോകുവാൻ ഇടയാകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധി വിട്ടുപോകാൻ ഒരിക്കലും നമ്മൾ ഇടയാകരുത്. ദൈവത്തിന്റെ സന്നിധി വിട്ടുപോയാൽ നിർമ്മലമായ ഹൃദയം നമുക്ക് നഷ്ടപ്പെടാനിടയുണ്ട്. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ, വിശുദ്ധ ഹൃദയം മാറിപ്പോയാൽ പിന്നെ അവിടെ കയറുന്നത് ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു കർത്താവിനെ ഏതാ വാക്യമാണ് വായിച്ചത്?
കർത്താവിന് പ്രസാദമായ എന്തെന്ന് പരിശോധിച്ച് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരായി തീരണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് പരിശോധിച്ച് ചെന്നിട്ട് നമ്മുടെ ഹൃദയം നിർമ്മലമല്ലെങ്കിൽ അവിടെ ഇരുട്ടാണുള്ളത്, നമ്മൾ വെളിച്ചത്തിൽ നടക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടുപോയാൽ നമ്മുടെ നിർമ്മലമായൊരു ഹൃദയം നിന്ന് മാറിപ്പോകുവാൻ ഇടയാകും. പ്രോവർബ്സ് 3:23 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രോവർബ്സ് 3:23 ഞാൻ വായിക്കാം. അങ്ങനെ നീ നിർഭയമായ വഴിയിൽ നടക്കും, നിന്റെ കാൽ ഇടറുകയില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ നിർമ്മലമായ ഹൃദയത്തിനുടമയെ നിർഭയമായി നടക്കണമെങ്കിൽ, നിന്റെ കാൽ ഇടറാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പാപപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കയറാതെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. യാക്കോബിൻ്റെ ലേഖനം 1:22 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബ് ജെയിംസ് 1:22. അപ്പോൾ ഈ വചനം നമ്മൾ കേട്ടിട്ട് അതിനെ തള്ളിക്കളയുന്നവരായിട്ടല്ല, ഈ വചനം കേട്ടതിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് നിന്ന് അതിനോട് ചെയ്യുന്നവരായി. ഈ വചനം കേട്ട് വെള്ളിയാഴ്ച ദിവസക്കാലം 2 മണിക്കൂർ നിന്ന് പിന്നീട് അത് മറന്നു പോകുന്ന അവസ്ഥയല്ല. ഈ വചനം ധ്യാനിച്ച് പഠിച്ച് അതിനെ അനുസരിക്കുന്നതായിട്ടിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ സന്നിധിയുടെ പ്രത്യേകത. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളൊരു ദൈവ പൈതൽ എപ്പോഴും ഈ വചനം അനുസരിക്കുവാൻ താല്പര്യവും പ്രാപ്തിയും ആഗ്രഹവും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലായി തീരുവാനായിട്ട് എപ്പോഴും താല്പര്യമുള്ളവരെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവസന്നിധിയിലുള്ളവരോട് പ്രത്യേകത വചനം കേൾക്കുക മാത്രമല്ല, അതിനെ അനുസരിക്കുന്നവരായിട്ട് ഇരിക്കുവാനും തങ്ങളെ തന്നെ ചതിക്കാതെ. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ചതിക്കുന്ന പോലെ അല്ല, നമ്മൾ തന്നെ നമ്മുടെ ആത്മാവിനെ ചതിക്കുന്നവരാ. ദൈവത്തിൻ്റെ ആ ഒരു നിർമ്മല ഹൃദയം തരുവാൻ തന്നിരിക്കുന്ന നമ്മുടെ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച നമ്മളെ തന്നെ നമ്മൾ ചതിക്കാതെ ഈ വചനം പ്രമാണിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരു വാക്യം വായിച്ചല്ലോ, എന്താണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം നമ്മൾ വായിച്ചു. ഏതാ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് നമ്മൾ ആദ്യം നമ്മൾ വായിച്ചായിരുന്നു. മത്തായിയല്ല, മീഖ 6:8 നമ്മൾ വായിച്ചായിരുന്നു. നമ്മൾ മനുഷ്യ നല്ലതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം, തന്നിരിക്കുന്നു ന്യായം പ്രവർത്തിപ്പാനും നിരാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ യഹോവ നമ്മൾ ചോദിക്കുന്നുള്ളൂ. നമ്മൾ ഈ പ്രവർത്തികളിൽ നിന്ന് വിട്ട് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ സന്നിധി വിട്ടുമാറാതെ ജീവിക്കും. ഇത് മാത്രമേ കർത്താവ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ യാക്കോബ് 1:22 ഇപ്പോൾ നമ്മൾ വായിച്ചു, വചനം കേൾക്കുക മാത്രമല്ല അത് അനുസരിക്കുന്നവരായിട്ടും ജീവിക്കുവാൻ. അപ്പോൾ ജ്ഞാനം, ഈ വചനം വായിക്കുന്നതിൽ നമുക്ക് ജ്ഞാനം കിട്ടും. ഈ വായിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ജ്ഞാനമാണ് ഈ നോളജ് എന്ന് പറയുന്നത്. ഈ ജ്ഞാനം നമ്മൾ അതിനെ പരിജ്ഞാനമായിട്ട് മാറ്റണം. ഈ ജ്ഞാനത്തെ നമ്മൾ ധ്യാനിച്ച് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, അതിൻ്റെ പരിജ്ഞാനമായിട്ട് മാറിയെങ്കിൽ മാത്രമേ, അത് നമ്മൾ അനുസരിക്കുന്നവരായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലം കിട്ടുവാനായിട്ട് ഇടയാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സങ്കീർത്തനങ്ങൾ നമ്മൾ ഇപ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ നമ്മുടെ നിർമ്മലമായ ഹൃദയം നഷ്ടപ്പെടുവാൻ ഇടയാകും ദൈവസന്നിധി വിട്ടുപോയാൽ. അടുത്തത് നമ്മൾ 6ാമത്തെ ഒരു കാര്യം നമ്മൾ പഠിക്കാനുള്ളത് 51:10 തന്നെ ഉണ്ട്. നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണം. അപ്പോൾ ഓക്കെ, സോറി, 51:12 അപ്പോൾ 51:12 ദൈവസന്നിധിയിൽ വിട്ടുപോയാൽ അടുത്ത എന്താ സംഭവിക്കുന്നത്? നമ്മുടെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുവാൻ ദൈവസന്നിധി വിട്ടുപോയാൽ ഇടയാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ആദ്യകാലങ്ങളിൽ വളരെ ആഗ്രഹത്തോടാണ് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവസഭയായിട്ടാണ് ഒരുങ്ങി നമ്മൾ സ്നാനപ്പെട്ട് രക്ഷ സ്വർഗത്തിൽ ദൈവം നമുക്ക് സൗജന്യമായിട്ട് തന്നത്. അപ്പോൾ ഈ ദൈവസന്നിധി വിട്ടുപോയാൽ
നമ്മുടെ രക്ഷയുടെ സന്തോഷം നമ്മൾ നഷ്ടപ്പെടുവാനിടയാകും. അപ്പോൾ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ രക്ഷയുടെ സന്തോഷം നമ്മൾ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതെല്ലാം ദാവീദ് ആ കാലങ്ങളിൽ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ്. ഈ രക്ഷയുടെ സന്തോഷം, കർത്താവേ, ദൈവസന്നിധി ഞാൻ മാറിപ്പോയാൽ ഞാൻ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുവാൻ ഇടയാകുന്നല്ലോ എന്ന് ദാവീദ് അന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ ആത്മീയ സന്തോഷം നഷ്ടപ്പെടുവാൻ ഇടയാകാതിരിക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും ചേർന്നിരിക്കേണ്ട ആവശ്യകത കാണുന്നു. ഫസ്റ്റ് പീറ്റർ 3:4 ഞാൻ തന്നെ വായിക്കാം. സൗമ്യതയും ഫസ്റ്റ് പീറ്റർ 3:4 സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയതായിരിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു ഒരുക്കമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ വിലയേറിയതായിട്ടിരിക്കുന്നത്. ഒരു ഗൂഢമനുഷ്യൻ, പുറമേ കാണാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ. നമ്മൾ പുറമേ ചിരിക്കും, കളിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, നല്ലതായിട്ട് ഇടപെടും, അതൊന്നല്ല കർത്താവ് നോക്കുന്നത്. ഹൃദയത്തിന്റെ മനുഷ്യന്റെ പ്രത്യേകതയാണ് കർത്താവ് നോക്കുന്നത്. സൗമ്യതയും സാവധാനതയും ഉള്ളൊരു മനസ്സിന്റെ ഉടമയായി ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഏറ്റവും വിലയേറിയതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സൗമ്യതയും സാവധാനതയും ഉള്ളൊരു മനസ്സിന്റെ ഉടമയായി അക്ഷയഭൂഷണം അതുമായിട്ട് അലങ്കരിക്കപ്പെട്ട ഒരു ഹൃദയമുള്ളതായി. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഹൃദയത്തെ അലങ്കരിക്കേണ്ടത്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സുകൊണ്ട് നമ്മൾ അലങ്കരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പീറ്റർ 3:4 പറയുന്ന പോലെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഹൃദയത്തെ അലങ്കരിച്ച് നടന്നാൽ, ആ ഹൃദയത്തിന്റെ മനുഷ്യനെ നമ്മൾ അലങ്കരിച്ചിരുന്നാൽ ദൈവസന്നിധിയിൽ വളരെ വിധേയതയായിരിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യാതെ, ഇംഗ്ലീഷിൽ പറയും, ഈവൻ ദി ഓർണമെന്റ് ഓഫ് ദി മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് വിച്ച് ഈസ് ഇൻ ദി സൈറ്റ് ഓഫ് ഗോഡ് ഓഫ് ഗ്രേറ്റ് പ്രൈസ്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ വിലയേറിയതായിട്ടുള്ളത് സൗമ്യതയും സാവധാനതയുമായി ഉള്ളൊരു മനസ്സിന്റെ ഉടമയായി തീർന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വിലയേറിയ ആ ഒരു അവസ്ഥ, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാതെ നമുക്ക് മുന്നേറുവാൻ സാധിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാനുള്ളത് 51:12 നമ്മൾ വീണ്ടും കടന്നു വരികയാണ്. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചു. അവിടെ തന്നെ 51:12 തന്നെ മനസ്സൊരുക്കമുള്ളൊരു ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ ഇടയാകും. 51:51-12 മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമെന്ന് പറയുമ്പോൾ, ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ, ആ മനസ്സൊരുക്കമുള്ള ആത്മാവ് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോകുവാൻ ഇടയാകുന്ന കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദാവീദിന്റെ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ സന്നിധി വിട്ടുപോയാൽ മനസ്സൊരുക്കം എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള മനസ്സോടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മൾ എപ്പോഴും ജീവിക്കണം. സാംസ് 51:17 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാംസ് 51:17 ദൈവത്തിന്റെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും നിശ്ചയിക്കുക. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നുറുക്കത്തോടെ, ഒരു ഹൃദയ നുറുക്കത്തോടെ, ഒരു ഹൃദയത്തിന്റെ ഒരു തകർച്ചയോട് ദൈവസന്നിധിയിൽ സൗമ്യതയും സാവധാനതയോടെ കടന്നു വരികയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ദൈവസന്നിധി വിട്ടുപോകാൻ ഇടയാകത്തില്ല. ദൈവത്തിന് അത് മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ വലിയ ഗമയും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ കഴിവുകളെ പ്രകീർത്തിക്കുന്ന കാര്യങ്ങളല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സൗമ്യതയും സാവധാനതയോടെ ഒരു നുറുക്കമുള്ള ഹൃദയത്തോടെ കടന്നു വരുവാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വിട്ടുപോകുവാൻ ഇടയാകത്തില്ല. അപ്പോൾ ദൈവം നമ്മളെ താങ്ങുവാൻ, നമ്മുടെ സ്പിരിറ്റിനെ താങ്ങുവാൻ ഇടയാകുന്ന കാണുവാനായിട്ട് സാധിക്കും. 1 Corinthians 4:7-10 ഒന്ന് വായിക്കാമോ? 1 Corinthians 4:7-10 എന്നെ വിശേഷിപ്പിക്കുന്നത് ലഭിച്ചല്ല നിനക്ക് എന്തുള്ളൂ, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത്. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായിപ്പോയി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായിപ്പോയി. ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങൾ വാഴേണ്ടതിന് നിങ്ങൾ വാഴുമെങ്കിൽ കൊള്ളാമായിരുന്നു.
ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുക. ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് കൊരിന്ത്യൻ 2 കൊരിന്ത്യൻ 4:7 ഞാൻ വായിക്കാം. എങ്കിലും 2 കൊരിന്ത്യൻ 4:7 എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങൾ ആവുന്നു ഉള്ളത്. അപ്പോൾ കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹമുള്ള ആളുകളുടെ ഹൃദയങ്ങളിലാണ് പകർന്നിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പകർന്നിരിക്കുമ്പോൾ അവിടെ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 8ാമത്തെ മൺപാത്രങ്ങളാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. 3ാമത്തെ കാര്യം, ഈ ഹൃദയങ്ങളിൽ മൺപാത്രങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപ ഉണ്ടായിരിക്കുമ്പോൾ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. 2ാമത്തെ കാര്യം, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. 3ാമത്തെ കാര്യം, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. 4ാമത്തെ കാര്യം, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അപ്പോൾ ഈ അത്യന്ത ശക്തി നമ്മൾ പുതിയ നിയമവിശ്വാസികളായ നമ്മൾ ഈ ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ ഹോളി സ്പിരിറ്റിൽ നമ്മൾ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയോട് നമ്മൾ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. കഷ്ടം ഉണ്ട്, പക്ഷേ നമ്മൾ ഇടുങ്ങിയിരിക്കുന്നില്ല. കഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കും. ബുദ്ധിമുട്ടുണ്ട്, ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ദിവസങ്ങൾ വിട്ടുപോകുന്നില്ല, എങ്കിലും നിരാശപ്പെടുന്നില്ല. 3ാമത്, നമ്മൾ ഒരുപാട് ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല. നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് നിൽക്കുവാൻ. വീണ് കിടക്കുന്നവരെങ്കിലും നമ്മൾ നശിച്ചു പോകുന്നില്ല. നശിച്ചു പോകാതെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നവരായി. നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ ഉയർത്തെഴുന്നേൽക്കും, ദുഷ്ടനോ നശിച്ചു പോകാൻ ഇടയാകും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ഒരിക്കലും നമ്മൾ പോകുവാൻ ഇടയാകത്തില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ന് കണ്ട് ഒരു 7 കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വാക്യം വായിച്ചപ്പോൾ യിരെമ്യാവിൻ്റെ 54:8-9 വാക്യങ്ങളിൽ, യിരെമ്യാവ് 54:8-9, യിരെമ്യാ 54:8-9. യെശയ്യാവ്. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുക്കുവാനായി യഹോവ അരുളിച്ചെയ്യുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും. അല്ലല്ല, 55:8-9. 55 ഞാൻ തന്നെ വായിക്കാം. 55:8-9. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികൾ അല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, നമ്മുടെ വിചാരങ്ങൾ, നമ്മളും പ്ലാനും പദ്ധതിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് കർത്താവ് പ്രവർത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആ ഒരു വഴികളിലേക്ക് തിരിയുവാൻ, ആ ദൈവത്തിൻ്റെ ആ ഒരു ചിന്തകളിലേക്ക്, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് ജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ വായിച്ച 6-7 കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ഒന്ന് പറയാം. അപ്പോൾ ഈ ദൈവസന്നിധി വിട്ടു പോകാതെ നമ്മൾ
ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടുപോകാതെ ആ ദാവീദിനെ പോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആത്മീയമായി ബലപ്പെടുവാനിട ആത്മീയമായി ഒരിക്കലും തളർന്നു പോകാൻ ഇടയാകത്തില്ല. രണ്ടാമത് നമ്മൾ വായിച്ചു, വീര്യം നമുക്ക് ലഭിക്കാതിരിക്കത്തില്ല. നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകും. വീര്യം നഷ്ടപ്പെടുവാൻ ഇടയാകാതെ ഫലപ്രാപ്തിയിലെത്തും. മൂന്നാമത്തെ കാര്യം നമ്മൾ വായിച്ചു, ഉഴന്നലയുന്നവനാകും. കയ്യിനെ പോലെ ഒരിക്കലും ഉഴന്നലയുന്നൊരവസ്ഥ നമ്മൾ ദൈവസന്നിധിയിൽ വിട്ടുപോയാൽ ഉഴന്നലയുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഉഴന്നലയുന്നൊരവസ്ഥയിൽ ചെന്ന് ചേരുവാൻ ഇടയാകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ നാലാമത് വായിച്ചു, ശാപഗ്രസ്തനായി തീരും. അപ്പോൾ ശാപഗ്രസ്തൻ്റെ അവസ്ഥയിൽ ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോയാൽ സാധാരണ സന്നിധിയിൽ പോയി നമ്മൾ ശാപഗ്രസ്തനായി തീരുവാൻ ഇടയായി തീരും. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതെ കർത്താവിന് പ്രസാദമായ എന്തെന്ന് പരിശോധിച്ച് വെളിച്ചത്തിൽ നടക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ കണ്ടു, പിന്നീട് നമ്മൾ യോനയെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടുപോയാൽ നമ്മൾ വളരെ കഷ്ടത്തിലും പ്രയാസത്തിലും വല്ലാത്ത പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ കണ്ടു, നിർമ്മലമായ ഹൃദയം നഷ്ടപ്പെടുവാൻ ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോയാലും ഇടയാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധ ഹൃദയം നമുക്ക് നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോയാൽ ആ രക്ഷയുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടുവാൻ ഇടയാകും. മനസ്സെടുക്കുമ്പോൾ ഒരു ആത്മാവിനെ നമ്മൾ വിട്ടുപോകാൻ ഇടയാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ സന്നിധി നിരന്തരമായ ഒരു റിലേഷൻ, നിരന്തരമായ ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോകാതിരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി അല്ലെങ്കിൽ സാത്താൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും നമ്മൾ സാത്താൻ്റെ സന്നിധിയിലാണ്. അപ്പോൾ രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ ആ ഒരു രക്ഷ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ ഒരു പദ്ധതി നമ്മൾ ഭാഗമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോകുവാൻ ഒരിക്കലും ഇടയാകാതെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് നടക്കുവാൻ സാധിക്കൂ. അല്ലാതെ നമ്മൾ ഭൗതികമായി ജോലി ചെയ്ത് സമ്പാദിച്ച് ഈ ജീവിതം ഏറിയാൽ 70-80 വർഷക്കാലം നമ്മുടെ ഈ ജീവിതത്തിൽ ജീവിച്ച് മുന്നേറിയാൽ കർത്താവിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മുടെ രക്ഷയുടെ ആ പൂർത്തീകരണം വേണമെങ്കിൽ എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് നിന്ന് ദൈവത്തിന് പ്രയോജനമുള്ള ദൈവമക്കളായി തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായിട്ട് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. ഈ വചനങ്ങൾ നമ്മൾ പ്രമാണിച്ച് മുന്നേറുവാണെങ്കിൽ നമുക്ക് എല്ലാവരും സന്തോഷവും, നമ്മൾ കേട്ടതുപോലെ എത്ര കഷ്ടങ്ങൾ അനുഭവിച്ചാലും പ്രയാസങ്ങൾ അനുഭവിച്ചാലും ഉപദ്രവം അനുഭവിച്ചാലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷവും ആമോദവും പ്രമോദവും ഉള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് എൻ്റെ സാക്ഷ്യങ്ങളോടെ പറഞ്ഞുകൊണ്ടേ റേച്ചലും നേഹയും നാട്ടിൽ സന്തോഷമായിട്ട് എത്തി. അവർ ബാംഗ്ലൂരിലോട്ട് നേഹയുടെ ഒരു കോളേജിൽ അഡ്മിഷന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേക പ്രാർത്ഥനയെ ചോദിക്കുന്നു. അവരുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവങ്ങൾക്കും പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുന്നു. ഞാനും ചൊവ്വാഴ്ച ദിവസക്കാലം അവർ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചായിരിക്കും, വെക്കേഷന് ആഗ്രഹിച്ചായിരിക്കും. ദൈവങ്ങളുടെയും പ്രത്യേക വലിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിച്ച എല്ലാ ദൈവങ്ങൾക്കും പ്രത്യേകമുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ